പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്. നമ്മൾ വടക്കൻ പാട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റുമണമേൽ ഉണ്ണിയാർച്ച. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉണ്ണിയാർച്ചയ്ക്ക് അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പൻ കാവിലെ വിളക്കും കാണാൻ പോകാൻ വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ പിതാവിനോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഭർത്താവിനെ കൂട്ടി പോകാൻ കഴിയില്ല, അവന് പയറ്റുണ്ട്, കളരിയിൽ പയറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ആരെ കൂട്ടിയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി എന്നുടെ ഭർത്താവ് തുണ എനിക്ക് അതുതാനെ കേൾക്കുന്നു അമ്മയല്ലോ, ആ മോഹം നീയൊട്ടും കരുത വേണ്ട, അവനുണ്ടോ പോരാൻ ഇടവരുന്നു എന്നും പുതുശ്ശേരിയിൽ പയറ്റല്ലാണ്, തുടങ്ങുമ്പോഴായിരം കിട്ടും പെണ്ണെ, നിർത്തുമ്പോൾ 1001 കിട്ടും, പാണനെ തുണ കൂട്ടി പൊയ്ക്കോ പെണ്ണെ, അതുതാനെ കേൾക്കുന്നു ഉണ്ണിയാർച്ച, ഓമന മുഖം വാടി ആർച്ചയ്ക്കല്ലോ, ഒന്നുണ്ട് കേൾക്കണം അമ്മയോട്. അപ്പോൾ ഇവിടെ തൻ്റെ ഭർത്താവാണ് തുണയായിട്ട് ഉണ്ടതെന്ന് ഉണ്ണിയാർച്ച പറയുന്നുണ്ട്. പക്ഷെ നിന്നെ അവർ കണ്ടാൽ മൂപ്പൻ്റെ മാളികയിലേക്ക് കൊണ്ടുപോകുമെന്നും അങ്ങനെ എൻ്റെ മകനെ കൊല്ലിക്കരുതെന്നൊക്കെ പിതാവ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട ഉണ്ണിയാർച്ച അച്ഛനോട് പറയുകയാണ്, അല്ലേ, ഇവിടെ കുഞ്ഞിരാമനെ വിടാൻ സാധിക്കില്ല എന്നറിയുന്ന സമയത്ത് ഉണ്ണിയാർച്ചയുടെ മുഖമൊക്കെ അങ്ങ് വാടുന്നുണ്ട്. അപ്പോൾ അതിന് ഉണ്ണിയാർച്ച പറയുകയാണ്, പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളും പാണനെ തുണ കൂട്ടി പോയിട്ടില്ല, നിങ്ങളുടെ വഴക്കം പറഞ്ഞു നിങ്ങൾ പണ്ടുമേ ഈ ഞങ്ങൾ ചേകോന്മാരെ, അമ്മയോരിടത്തു പോണ നേരം അച്ഛനെ തുണ കൂട്ടി പോയിട്ടുള്ളൂ, പാണനെ തുണ കൂട്ടി പോയിട്ടില്ല, അത്തൂരം ചെന്നല്ലോ ഉണ്ണിയാർച്ച, അപ്പോൾ പറയുന്നു അമ്മയല്ലോ, ഒന്നുണ്ട് കേൾക്കണം ഉണ്ണിയാർച്ചേ, എനിക്കുമേ ഒന്നല്ലോ പൊന്മകനും, അവനെയും നീയുമേ കൊല്ലിക്കല്ലേ. അപ്പോൾ കുഞ്ഞിരാമൻ്റെ അമ്മയും അമ്മയോടും ചെന്നിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നേരം പുലരുന്നതിന് മുൻപ് കഞ്ഞി കുടിക്കുന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും വന്ന കാഴ്ചകൾ പറയുകയാണ്. അപ്പോൾ കാഴ്ചകളും വേലകളൊക്കെ കാണാൻ താൻ കണ്ടിട്ടില്ലെന്നും അപ്പം അതുകൊണ്ട് തന്നെ അയ്യപ്പൻ കാവിലെ വിളക്ക് കാണാൻ പോകണമെന്ന് ഉണ്ണിയാർച്ച പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങൾ ആരും തന്നെ പാണനെ തുണ കൂട്ടിയിട്ട് പോയ ചരിത്രങ്ങളൊന്നുമില്ല, നിങ്ങളുടെ വഴക്കമാണ് നിങ്ങൾ പറഞ്ഞു നിർത്തിയത്, പണ്ടു മുതലേ ഞങ്ങൾ ആരാണ്, അംഗം വെട്ടുന്ന ചേകോന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അമ്മ മറ്റെവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അച്ഛനെ തുണ കൂട്ടിയിട്ടേ പോയിട്ടുള്ളൂ, പാണനെ ഞങ്ങൾ തുണ കൂട്ടി പോയ ചരിത്രങ്ങളില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, എനിക്ക് മകനായിട്ട് ഒന്നേ ഉള്ളൂ, അവനെയും നീയുമേ കൊല്ലിക്കല്ലേ എന്ന് അമ്മയും പറയുന്നു. അപ്പം അതുതാനെ കേൾക്കുന്നു ഉണ്ണിയാർച്ച, അരിശം ചൊടിച്ചു പറഞ്ഞവളും, കണ്ണപ്പൻ തന്നെ പൊന്മകളും, പുത്തൂരം വീട്ടിൽ ജനിച്ചു ഞാനും, അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ, പോകാതെ കണ്ടിരിക്കയില്ല, വേഗത്തിൽ പോകുന്നു ഉണ്ണിയാർച്ച. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഉണ്ണിയാർച്ച പറയുകയാണ്, അരിശം കൊണ്ട് ദേഷ്യം കൊണ്ട് പറയുകയാണ്, കണ്ണപ്പൻ്റെ മകളാണ്, കണ്ണപ്പൻ തന്നെ പൊന്മകളും, അത് മാത്രമല്ല പുത്തൂരം വീട്ടിൽ ജനിച്ചവരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലിമലർക്കാവിലെ കൂത്ത് കാണാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാർച്ച പോവുകയാണ്. ഞാൻ പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവരുടെ മകളാണെന്നും അപ്പോൾ ധീരയായി തന്നെയാണ് ജനിച്ചിട്ടുള്ളെന്നും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യുമെന്നുമാണ് ഉണ്ണിയാർച്ച ഇവിടെ പറയുന്നത്. അടുക്കള പൂങ്കാവിൽ കടക്കുന്നുണ്ട്, ഉമിക്കരി വെള്ളം എടുക്കുന്നുണ്ട്, നാൽക്കെട്ടകത്ത് കടന്നു പെണ്ണ്, കുഞ്ഞിരാമൻ്റെ അരികെ ചെന്നു, ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട്, എരുദാഹക്കഞ്ഞി കുടിച്ചുകൊള്ളുവിൻ, അതുതാനെ കേൾക്കുന്നു കുഞ്ഞിരാമൻ, വേഗം എഴുന്നേറ്റിരുന്നവിടെ, ഉമിക്കരി വെള്ളം എടുക്കുന്നുണ്ട്, പല്ല് തേച്ചങ്ങ് മുഖം കഴുകി ഭസ്മക്രിയകൾ കഴിച്ചവനും, അവനുടെ കഞ്ഞി കൊടുന്നു വെച്ചു, കഞ്ഞി കുടിച്ചു വരുന്നവനും, ആടുക്കുഴഞ്ഞങ്ങ് വന്നു പെണ്ണ്. അപ്പോൾ അടുക്കളക്കോലായിൽ ചെന്ന് ഉമിക്കരിയും വെള്ളവും എടുത്ത് 4 കെട്ടിനുള്ള കുഞ്ഞിരാമൻ്റെ മുറിയിലേക്ക് ചെന്ന് ഉണ്ണിയാർച്ച രാവിലത്തെ കഞ്ഞി കുടിക്കാൻ വരണമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പം വേഗം എഴുന്നേറ്റ കുഞ്ഞിരാമന് പല്ല് തേച്ച് മുഖം കഴുകി ഭസ്മം തൊട്ട് കഞ്ഞി കുടിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ആടി കുഴഞ്ഞു വന്ന ഉണ്ണിയാർച്ച തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ്. ഒന്നുണ്ട് കേൾക്കണം നിങ്ങളോട്, പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ
ആറ്റുമണമേലോ വന്നേ പിന്നെ കാഴ്ചകൾ വേല ഞാൻ കണ്ടിട്ടില്ല. അല്ലിമലർക്കാവിൽ കൂത്തുകാണാൻ, അയ്യപ്പൻകാവിൽ വിളക്കു കാണാൻ, അഞ്ചനക്കാവിലെ വേല കാണാൻ, അതുതാനെ കാണാനും പോണെനിക്ക്. അപ്പോൾ പറയുന്നു കുഞ്ഞിരാമൻ, എനിക്കുണ്ടോ പോരാൻ ഇടവരുന്നു, കളരിയിൽ പോകാതിരുന്നുകൂടാ. പുത്തൂരം വീട്ടിൽ നിന്ന് ആറ്റുമണമേൽ വന്നതിൽ പിന്നെ വേലയും പൂരവും ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പൻകാവിലെ വിളക്കും കാണാൻ പോകണമെന്ന് പറയുകയാണ്. കുഞ്ഞിരാമൻ തന്നെ പറയുകയാണ്, എനിക്ക് സമയമില്ല, കളരിയിൽ പോകാതെ കഴിയില്ല എന്ന് കുഞ്ഞിരാമന് പറയുകയാണ്. അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച, പോകണമെന്നങ്ങുറച്ചു ഞാനും, ഒപ്പരം പോരാൻ കഴിവതുണ്ടോ. അതുതന്നെ കേൾക്കുന്നോ കുഞ്ഞിരാമൻ, ഒന്നുണ്ട് കേൾക്കണം ഉണ്ണിയാർച്ചയെ, അറിയാതെ കണ്ട് പറഞ്ഞുകൂടാ. ജോനോർപ്പുളപ്പുള്ള നാടങ്ങാണേ, നിന്നെ അവനങ്ങ് കണ്ടുപോയാൽ നിന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഉണ്ണിയാർച്ച പറയുകയാണ്, അത് കേട്ടപ്പോഴല്ലേ തീരുമാനിച്ചതാണ്, നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പോകണമെന്ന് ഞാൻ അങ്ങ് ഉറച്ചു, ഒപ്പരം കൂടെ വരാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ മതി എന്ന് ഉണ്ണിയാർച്ച. അപ്പോൾ വീണ്ടും കുഞ്ഞിരാമൻ പറയുകയാണ്, കാര്യമറിയാതെ സംസാരിക്കരുതെന്നും, മാപ്പിളമാര് പുളച്ചു നടക്കുന്ന നാടാണത്, നിന്നെ എങ്ങാൻ കാണാനിടയായാൽ അവർ പിടിച്ചു കൊണ്ടുപോകുമെന്നും കുഞ്ഞിരാമന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട ഉണ്ണിയാർച്ച, അത് തന്നെ കേൾക്കുന്നു പെൺകിടാവും, വേഗത്തിൽ തന്നെയും പോരുന്നുണ്ട്, പടിഞ്ഞാറ്റ വാതിൽ തുറക്കുന്നുണ്ട്, ചിറ്റെള്ളിൻ്റെ എണ്ണ എടുക്കുന്നുണ്ട്, തല നിറച്ചെണ്ണയും തേക്കുന്നുണ്ട്, പടിഞ്ഞാറ്റ വാതിൽ അടച്ചുപൂട്ടി, ഇഞ്ച പുളിഞ്ചിക്ക വാകത്താളി, ഇരുപ്പപ്പിണ്ണാക്കോട് കോഴിമുട്ട, വേലിമേൽ താളി തിരുതാളിയും, താളിത്തളികയിൽ താളിയെടുത്ത്. അപ്പം ഇത് കേട്ട ഉണ്ണിയാർച്ച എന്താണ്, കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഉണ്ണിയാർച്ച എന്താണ്, കൂത്തും അയ്യപ്പൻ വിളക്കും കാണാൻ പോവുക എന്നത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഉണ്ണിയാർച്ച കുളിക്കാൻ പോകുന്ന ആ രംഗങ്ങളെയാണ് പിന്നീട് ഇതിൽ വർണ്ണിക്കുന്നതും. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് എന്താണ്, താളി തിരുതാളി അല്ലേ എല്ലാം എടുത്തിട്ടുണ്ട്, എണ്ണ, അതേപോലെ തന്നെ പുളിഞ്ചിക്ക, വാകത്താളി, ഇരുപ്പപ്പിണ്ണാക്ക്, കോഴിമുട്ട, വേലിമേൽ താളി തിരുതാളി, അതൊക്കെ താളിത്തളികയിൽ എടുത്തുകൊണ്ട് ഉണ്ണിയാർച്ച കുളക്കടവിലേക്ക് പോവുകയാണ്. അപ്പോൾ കുളിപ്പാനായി പോകുന്ന ഉണ്ണിയാർച്ച, കുളിക്കും കടവിലും ചെന്നു പെണ്ണ്, താളിക്കല്ലേറി ഇരുന്നു പെണ്ണ്, താളി പതച്ചു കുറുമ്പരിച്ച്, താളിയും തേച്ച് മെഴുക്കിളക്കി, അരയോളം നീറ്റിൽ ഇറങ്ങി നിന്ന താണുകുളിച്ചല്ലോ പെണ്ണവളും, നനമുണ്ട് പിഴിഞ്ഞങ്ങ് തോർത്തിയവളും, സൂര്യനു വെള്ളം ജപിച്ചെറിഞ്ഞു, കൈകൂപ്പി നിന്നവൾ പ്രാർത്ഥിക്കുന്നു, വേഗത്തിൽ തന്നെയും പോകുന്നുണ്ട്. അപ്പോൾ കുളക്കടവിൽ ചെന്ന ഉണ്ണിയാർച്ച താളിക്കല്ലിൽ കയറി ഇരുന്ന് അല്ലേ, താളി പതച്ച് അല്ലേ ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം താളി തേച്ച് തൻ്റെ ശരീരത്തിലെ അഴുക്കെല്ലാം ഇളക്കി അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവളെ മുങ്ങി കുളിക്കുകയും ചെയ്ത്, നനമുണ്ട് പിഴിഞ്ഞ് തോർത്തി സൂര്യന് എന്താണ് നമസ്കരിച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ചന്ദനക്കല്ലിൻ്റെ അരികെ ചെന്ന് ചന്ദനമുരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലി തിരുമുടി കെട്ടിവെച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ടേ, പിന്നെ മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു, 7 കടലോടി വന്ന പട്ടുപച്ചോല പട്ടിൻ്റെ ചുളിയും തീർക്കുന്നുണ്ടേ, പൂക്കില ഞെറിവെച്ചെടുക്കുന്നുണ്ടേ, പൊൻതോടയിട്ടവൾ ചമയുന്നുണ്ടേ, കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൺ. പിന്നെയോ ചന്ദനമരച്ച് കുറി വരയ്ക്കുന്നു. എന്നിട്ട് കണ്ണാടി നോക്കി തിലകം തൊട്ട് പീലി തിരുമുടി കെട്ടിവെച്ച് കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തുകയും അതുപോലെ കസ്തൂരിയും കളഭവും പൂശി 7 കടലുകൾ താണ്ടി വന്ന പച്ചപ്പട്ട് പൂക്കുല ഞൊറിവെച്ചുടുത്ത് പൊൻതോടയണിഞ്ഞ്, അതുപോലെ കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാണവും, ഉണ്ണിയാർച്ചയുടെ ആഭരണങ്ങൾ അണിയുന്ന ആ ഒരു ആഭരണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഈ ഭാഗത്ത് പറയുന്നത്.
കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൺ. പിന്നെന്താണ്? മീതെ അഴകിന് പൂട്ടുന്നുണ്ടേ 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്ത് പതിച്ചുള്ള മാലയല്ലോ കഴുത്തിലു തന്നെയും ചേർത്തണിഞ്ഞു രാമായണം കൊത്തിച്ച 2 വള എല്ലാം എടുത്തങ്ങണിഞ്ഞവളും പൊന്മുടി തന്നെയും പൂട്ടുന്നുണ്ടേ ചമയങ്ങളൊക്കെ ചമഞ്ഞൊരുങ്ങി കൈവിരൽ കാറിലും പൊന്മോതിരം. അപ്പം ഇങ്ങനെ എന്താണ്? 7 ചുറ്റും എന്താണ്? മുത്ത് പതിച്ച പൊന്മാലയും കഴുത്ത് മറയ്ക്കുന്ന കഴുത്തിലയും അതുപോലെ രാമായണം കൊത്തിയ വളകളും അണിഞ്ഞു. പിന്നെയോ പിന്നെ മുടിത്തണ്ട കൊണ്ട് മുടി കെട്ടി 6 വിരലിലും മോതിരവും അണിഞ്ഞു. അതാണ് ചമയങ്ങളൊക്കെ ചമഞ്ഞൊരുങ്ങിയിട്ട് ആ വിരലിലുള്ള മോതിരവും അണിഞ്ഞുകൊണ്ട് ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഉറുമിയെടുത്ത് അരയിൽ പൂട്ടി 4 കെട്ടകത്ത് കടന്നവളും 7 കമ്പുള്ള കുടയെടുത്തേ യാത്ര പുറപ്പെട്ടു ഉണ്ണിയാർച്ച 4 കെട്ടകത്ത് കടന്നു പെണ്ണ് അവിടെയുമൊന്ന് പൊൻവിളങ്ങി അച്ഛൻ്റെ അരികത്ത് ചെന്ന് പെണ്ണ് ഒന്നുണ്ട് കേൾക്കണം അച്ഛനോട്. അപ്പോൾ എല്ലാ എന്താണ്? സർവാഭരണ വിഭൂഷിതയായിക്കൊണ്ടാണ് ഉണ്ണിയാർച്ച അവിടെ നിന്ന് ഒരുങ്ങുന്നത്. അങ്ങനെ ഒരുങ്ങിയിട്ട് അയ്യപ്പൻകാവിലെ വേലയും അതേപോലെ അയ്യപ്പൻകാവിലെ വിളക്കും വല്യമലർക്കാവിൽ കൂത്തും കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ആഭരണങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉറുമിയെടുക്കുകയാണ്. അപ്പോൾ ഉറുമിയെടുത്ത് അരയിൽ പൂട്ടി എന്നിട്ടോ 7 കമ്പുള്ള കുടയെടുത്ത് ഇപ്പോൾ സ്വർണ്ണ വിഗ്രഹം പോലെ തിളങ്ങിക്കൊണ്ട് അച്ഛൻ്റെ അരികത്ത് ചെന്ന എന്നിട്ട് പറയുന്നു ഒന്നുണ്ട് കേൾക്കണം അച്ഛനോട് വേല കാണാൻ ഞാനും പോയി വരട്ടെ. അമ്മയുടെ അരികത്ത് ചെന്ന് പെണ്ണ് ഒന്നുണ്ട് കേൾക്കണം അമ്മയോട് വേല കാണാൻ ഞാനും പോയി വരട്ടെ. പറയും പറച്ചിലും തീർത്തവളും വേഗം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുതാനെ കാണുന്നു കുഞ്ഞിരാമൻ. ഒന്നുണ്ട് കേൾക്കണം ഉണ്ണിയാർച്ചേ മാനുഷ്യം കൊഞ്ചല്ലേ പെൺകിടാവേ ചൂരക്കോലാലെ മയക്കും ഞാനേ കേട്ടിടം കേട്ടില്ല പെൺകിടാവും അച്ഛനും അമ്മയും അടിച്ചിട്ടില്ല കുരുക്കളും നിന്നെ അടിച്ചിട്ടില്ല. അപ്പോൾ വേഗം അച്ഛനോടും കുഞ്ഞിരാമൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ എന്താണ്? ഉണ്ണിയാർച്ച കൂത്തും ഇതൊക്കെ കാണാൻ പോവുകയാണെന്ന് പറയുകയാണ്. പോയി വരട്ടെ എന്ന് യാത്ര ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ പറയുന്നുണ്ട് അവിവേകമൊന്നും നീ കാണിക്കണ്ട ചൂരൽ കൊണ്ട് എന്താണ് അടി കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിന് ഉണ്ണിയാർച്ച പറയുകയാണ് അച്ഛനും അമ്മയും എന്നെ അടിച്ചിട്ടില്ല കുരുക്കളും എന്നെ അടിച്ചിട്ടില്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് നടന്നു പെണ്ണ് പടിയും പടിപ്പുര ഇടകടന്നു ഉയർന്ന വരമ്പേറി പോകുന്നുണ്ട് 7 കമ്പുള്ള കുട പിടിച്ചു ആന നടയും നടന്നു പെണ്ണ് ആ നാടും വീടും കടന്നുപോയി. അപ്പോൾ വേഗം യാത്ര പറഞ്ഞുകൊണ്ട് പടിയും പടിപ്പുരയും കടന്ന് ഉയർന്ന വരമ്പിലൂടെ ആന നടയും നടന്ന് ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉണ്ണിയാർച്ചയുടെ ആ ഒരു കുളക്കടവിലേക്ക് കുളിക്കാനായിട്ട് പോകുന്ന ആ ഒരു സന്ദർഭത്തെ വിവരിക്കുന്നത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ ഉണ്ണിയാർച്ചയുടെ ആ ആഭരണങ്ങൾ അണിയുന്ന ആ രീതി എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും ഇതിൽ ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുങ്ങൽ നാടൻ പാട്ടു രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ തന്നെ ചോദിക്കുക അതിന് ഉണ്ണിയാർച്ചയുടെ ആഭരണ അണിയൽ എത്രമാത്രം ഹൃദ്യമാണ് ഈ ഒരു നാടൻ പാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നും പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയാർച്ച കണ്ട സ്വപ്നം എന്ത് ഉണ്ണിയാർച്ച അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ്റെ അച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നും പിന്നെ അതേപോലെ തന്നെ ഇതിൽ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ വരുന്നത് ചമഞ്ഞൊരുങ്ങലിൻ്റെ വർണ്ണനകൾ വടക്കൻ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. നമുക്കറിയാം ഉണ്ണിയാർച്ച ചമഞ്ഞൊരുങ്ങുന്നുണ്ട്. അപ്പോൾ അത് വടക്കൻ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉണ്ണിയാർച്ചയുടെ അംഗപ്പുറപ്പാടിൽ അത് നിർവഹിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഉണ്ണിയാർച്ചയുടെ അംഗപ്പുറപ്പാടിൽ നമ്മൾ ആ കുളിക്കാൻ പോകുന്ന രംഗങ്ങളും പിന്നീട് ആഭരണങ്ങൾ അണിയുന്ന ആ രംഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവന്ന് വേണം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ.
ചമഞ്ഞൊരുങ്ങലിൻ്റെ വർണ്ണനകൾ വടക്കൻ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉണ്ണിയാർച്ചയുടെ അംഗപ്പുറപ്പാടിൽ അത് നിർവഹിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത്, മറ്റൊരു ചോദ്യം ഇങ്ങനെയും വരാം. ആറ്റുമണമേൽ ഉണ്ണിയാർച്ച കൂത്തുകാണാൻ പോയ കഥയിൽ പ്രതിഫലിക്കുന്ന അക്കാലത്തെ സാമൂഹ്യ ജീവിത ചിത്രമെന്ത് എന്ന ആ ഒരു ചോദ്യവും വരാം. നമുക്കറിയാം വീരകഥാഗാന ശാഖയിൽ പെടുന്നവയാണ് അല്ലേ വടക്കൻ പാട്ട് എന്ന് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിലെ സാമൂഹ്യ ജീവിത ചിത്രം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം കാലം കവികൾ ഇവയെ പറ്റിയൊക്കെ നമ്മൾ അതിനകത്ത് പറയണം. ഏതെല്ലാം വടക്കൻ പാട്ടിൽ പുത്തൂരം പാട്ടുകളുണ്ട്, തച്ചോളി പാട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് അതിലേക്ക് വരുന്ന സമയത്ത് വടകര നഗരത്തിൻ്റെ കിഴക്കുള്ള പുത്തൂർ പ്രദേശമാണ് പുത്തൂരം വീട് നിലനിന്നിരുന്നത്. അതേപോലെ തന്നെ കണ്ണപ്പ ചേകവരുടെ മകള്, പിന്നെ നാഗപുരത്തങ്ങാടി, വളർക്കോട്ടങ്ങാടി അല്ലേ. ഇപ്പോൾ അവിടെ ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭർത്താവായ കുഞ്ഞിരാമന് ആ ഒരു നാഗപുരത്തങ്ങാടിയെ കൊള്ളക്കാരായ മാപ്പിളമാരെ ഭയപ്പെട്ട് പോകുന്ന അല്ലേ സാമൂഹ്യ ജീവിത ചിത്രങ്ങളാണ് അതിലൊക്കെ തെളിയുന്നത്. പിന്നെ അതിനകത്തേക്ക് വരുന്നത് ഭർതൃഗൃഹത്തിലെ വീട് ബന്ധങ്ങൾ അല്ലേ അപ്പോൾ അവിടെ മാത്രം തള്ളി നീക്കേണ്ടവരാണ് സ്ത്രീകളെന്ന പുരുഷധാരണയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ മുന്നിലെ തടസ്സങ്ങളെ പൊരുതി തോൽപ്പിച്ച് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും സ്വപ്നത്തെയും സ്ഥാപിച്ചുറപ്പിച്ചവളാണ് ആര്, ഉണ്ണിയാർച്ച. അപ്പം അതുകൊണ്ട് എണ്ണം 16 പിണാത്തിമാരുടെ അകമ്പടിയോടെ പുറത്തു പോയിരുന്നവളെങ്കിലും കൂത്തുകാണാൻ പോകുന്ന ദിവസം വീട്ടുജോലികളെല്ലാം ചെയ്തിട്ട് ഉണ്ണിയാർച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരെന്ന കാഴ്ചപ്പാടുണ്ടെങ്കിലും അന്ന് യാഥാസ്ഥിതിക അല്ലേ അകത്ത് എന്താണ് തീർപ്പുകളുടെ ചങ്ങലക്കെട്ടുകൾ അക്കാലത്തെ സ്ത്രീകൾക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. പക്ഷേ ഇവിടെ സ്ത്രീധന സമ്പ്രദായവും ഈഴവർക്കിടയിൽ എന്താണ് നിലനിന്നിരുന്നു ഒരു കാലഘട്ടമായിരുന്നു എന്നതിൻ്റെ തെളിവും ഇതിനകത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഉണ്ണിയാർച്ച വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് എത്ര പൊന്നാണ്, 1001 പൊന്നും അല്ലേ. അതേപോലെ തന്നെ എന്താണ് പശുക്കിടാവ് പാത്രം ഇതുമായൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ പറയുന്നത് തെമ്മാടികളെ ഒതുക്കാൻ ഭരിക്കുന്നവർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നാഗപുരത്ത് അങ്ങാടിയിലൂടെ പോകുന്ന സ്ത്രീകളെ ഒക്കെ അല്ലേ നഗ്നരാക്കുക, അതേപോലെ തന്നെ മൂപ്പന് കാഴ്ചവെക്കുക, ഇത്തരമൊക്കെ. അപ്പോൾ ആയുധാഭ്യാസ പാടവത്തിന് മുമ്പിൽ ഭയന്നൊതുങ്ങിയാണ് ഇത്തരം കാടത്തങ്ങൾ. അപ്പോൾ ഇനി അത് തുടരില്ല, മൂപ്പനും സംഘവും അത് സമ്മതിക്കുന്നത് എന്നുള്ളതും. അപ്പോൾ ഉണ്ണിയാർച്ച അത്രയ്ക്ക് എന്താണ് ആയുധ കളരിയിൽ അല്ലേ അത്രയ്ക്ക് പ്രഗത്ഭയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കളരി വിദ്യയുടെ പ്രഭാവകാലം, അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പല തർക്കങ്ങളും രണ്ട് ഭാഗത്തു ഉള്ള വീരന്മാരും ചേകവന്മാരും ഒക്കെ അംഗം വെട്ടിയിട്ടുള്ള പതിവ് കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വടക്കൻ പാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ അന്നത്തെ ജനജീവിതത്തിൽ ഉപയോഗിച്ചു പോന്ന ഭാഷയാണെന്ന് കാണാം. പിന്നെ വടക്കൻ പാട്ടുകളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ചില പദങ്ങളുണ്ട്. ഉണ്ണിയാർച്ച കൂത്തു കാണാൻ പോയ കഥയിലും ഇത്തരം പദങ്ങൾ ധാരാളമുണ്ട്. എന്താണ് പടിയും പടിപ്പുര, മെയ്വർണ്ണപ്പെട്ടി, എരുദാഹക്കഞ്ഞ്, തറയിട്ട മാവ്, കിളിവാലൻ വെറ്റില, ഇതൊക്കെ എന്താണ് അവയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ ഒന്നുണ്ട് കേൾക്കണം, അപ്പോൾ പറയുന്നു, അതൊക്കെ ഈ വടക്കൻ പാട്ടിൽ ധാരാളമായിട്ട് കാണാം. ഇപ്പോൾ പുത്തൂരം പാട്ടുകളുടെ രചനാകാലം ഏതാണ് 14-ാം ശതകമായിരിക്കാം എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ മാനവും മര്യാദയും വച്ചു പുലർത്തിയിരുന്ന പടനായകരായിരുന്നു പുത്തൂരം വീട്ടുകാരെന്ന അവർ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജ്യോതിഷത്തിലും മറ്റ് ശാസ്ത്രത്തിലൊക്കെ അറിവുള്ളവരായിരുന്നു അന്നത്തെ ആളുകളെന്ന് പറയുന്നുണ്ട്. പിന്നീട് മധ്യകാല കേരളത്തിലെ സ്ത്രീകളുടെ ആടയാഭരണങ്ങളെ പറ്റിയുള്ള വർണ്ണനകൾ ഈ പാട്ടിൽ കാണാം. കുളിയും കുറിയും കഴിഞ്ഞ് അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ പുറപ്പെടുന്ന ഉണ്ണിയാർച്ചയുടെ വർണ്ണശബളമായ വസ്ത്രധാരണം അന്നത്തെ സ്ത്രീകളുടെ അണിഞ്ഞൊരുങ്ങാനുള്ള താല്പര്യത്തിൻ്റെ തെളിവാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെയും ചിന്തകളുടെയും പ്രതിഫലനം ഉണ്ണിയാർച്ചയുടെ കൂത്തു കാണാൻ പോയ കഥ എന്ന ഭാഗത്ത് കാണാം. അപ്പോൾ അതിനകത്ത് ആ ഒരു സാമൂഹിക ജീവിത ചിത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്.